കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാലം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ അഷ്ടമി രോഹിണിയാണ്. ഗുരുവായൂരിങ്ങനെ അമ്പാടിയായിട്ടാണ് ആകെ മൊത്തം എല്ലാ ഭാഗത്തും ആകെ ഉണ്ണിക്കണ്ണന്മാരിങ്ങനെ നിറഞ്ഞ് എന്തൊക്കെ ഉറിയടി എന്തൊക്കെ കാര്യങ്ങളാണ്. അമ്പാടി തന്നെയാണ്, ഗുരുവായൂരിന്ന് അമ്പാടി തന്നെയാണ്, അതാണ് കാഴ്ച. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോകണ്ടേ. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ അമ്പാടിയിലെ ആ വിശേഷങ്ങളായിട്ടുള്ളത്, എങ്ങനെയാണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെന്ന് അറിയില്ല, നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പോയിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് മൊത്തം തിരക്കാണ്. അവിടെയൊക്കെ വരണമെങ്കിലൊക്കെ നല്ല വഴിയാണ്, നല്ല തിരക്കാണ്. അങ്ങനെ ആ ഗോപുരവാതിൽ കിടന്നങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം, കൊടിമരത്തിൻ്റെ മുന്നിലുള്ള ബലിക്കല്ല് കാണാം, ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതൊക്കെ കണ്ടിങ്ങനെ വന്ന് വാതിൽപ്പടി ഇങ്ങനെ കയറി അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കണ്ടൊന്ന് തൊഴാം. അതേപോലെ ആദ്യത്തെ തൂണ് കണ്ട് തൊഴാം. പിന്നെ ഇങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കാണുന്ന കാഴ്ച എന്ത് മനോഹരമാണെന്നറിയോ. വളരെ കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ്. ആദ്യം തന്നെ ഒരു വലിയ 2 കാലുകൾ കാണാണ്ട്, വലിയ ആളാട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ പിന്നെ ഇങ്ങനെ ആ ഗോപന്മാർ എടുക്കുന്ന പോലത്തെ ആ ഒരു ഇതിങ്ങനെ മുണ്ടിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ ആരെയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വലിയ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങ് നോക്കിക്കഴിഞ്ഞാലോ അന്ന് താടിയൊക്കെ ഉണ്ട് കേട്ടോ. താടിയൊക്കെ ഉള്ള ആളാണ് ആ വസുദേവരാണ് കേട്ടോ. മധുരയിൽ നിന്ന് രാത്രി ഇങ്ങനെ ആ മഴയത്ത് ആനന്ദൻ്റെ കൊട പിടിച്ചിങ്ങനെ വരുന്ന ആ പൊന്നുണ്ണിയെ ഇങ്ങനെ ആ ജയിലിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോരുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ. അതായത് ആ ഉണ്ണി ജനിച്ചിങ്ങനെ വരണു. അതന്നെ അഷ്ടമിരോഹിണി തന്നെ കറക്റ്റായിട്ട് ഇന്ന് ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ, നല്ല രസമായിട്ട്. അങ്ങനെ ആ കൊട്ടയിൽ ഇങ്ങനെ വസുദേവരിങ്ങനെ പിടിച്ചിട്ടുണ്ട് 2 കൈ കൊണ്ടും. അതേപോലെ തന്നെ ഉണ്ണി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇതിപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകണതെന്ന്. ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഉണ്ണി. കഴുത്തിൽ ആ മാങ്ങാമാലയൊക്കെ കാണാറുണ്ട്, അതേപോലത്തെ കാതിൽ അതൊക്കെ കാണാറുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച കേട്ടോ. നല്ല രസം. ചെറിയ ഉണ്ണിയാണ്. ആ ചെറിയ ഉണ്ണീനെ ഇങ്ങനെ ആ കൊട്ടയിലിങ്ങനെ ചുമന്ന് തലയിലിങ്ങനെ വെച്ച് ആ വസുദേവരുടെ താടിയൊക്കെ എന്ത് രസമാണെന്നറിയോ. നല്ല രസമായിട്ട് ഇങ്ങനെ കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ തിരുമുടിമാലകൾ കാണാണ്ട്, 2 തിരുമുടിമാലകളുണ്ട്. അതേപോലെ വലിയൊരു എന്താ പറയുക, നീല ശംഖുപുഷ്പമുണ്ട്. അതേപോലെ തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ള ആ ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിയിട്ടുള്ള വസുദേവരുടെ അവിടെ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ എന്താ പറയുക, ശരിക്ക് അമ്പാടി തന്നെയാണ്, ഗുരുവായൂർ അമ്പാടി തന്നെയാണ്. അമ്പാടിയിലേക്ക് എത്തുകയാണ് കേട്ടോ. മധുരയിൽ നിന്നുള്ള വരവാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച, അതിമനോഹരം അങ്ങനെ തന്നെ പറയാം. എവിടെയൊന്നും വേറെ ഒന്നും പറയാനില്ല, അതിമനോഹരം തന്നെ പറയാനുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആ കൈവളകൾ ഒക്കെ ഇങ്ങനെ ചെറിയ ഇതിങ്ങനെ കാണാണ്ട്, ചെറിയ ഉണ്ണീനെ ഇങ്ങനെ കാണാൻ തന്നെയാണ്. ഉണ്ണി ഇങ്ങനെ ആ കൊട്ടയിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് 2 കൈ പിടിച്ചിട്ട്. വസുദേവരും 2 കൈ കൊണ്ട് കൊട്ട പിടിച്ചിട്ടുണ്ട്, ഉണ്ണിയും അത് കൂടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഭഗവാന്റെ ശ്രീലകത്ത്, ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഒന്ന് കാണാനുള്ളത്. ആ ഉണ്ണി ഇന്നലെ രാത്രി അങ്ങനെ പിറന്ന് വീണ ആ ഉണ്ണീനെ അങ്ങനെ ഒന്ന് കൊണ്ടുവരികയാണ് രാവിലെ. അപ്പോൾ അതാണ് ആ കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങോട്ട് മനസ്സ് വിചാരിക്കുക. അപ്പോൾ രാവിലെ ഒന്ന് മലർ നിവേദ്യത്തിൻ്റെയൊക്കെ അതുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ അഷ്ടമി രോഹിണിയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ സവിധത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കഴിയാത്തവർക്ക് അതിന് വേണ്ടിയിട്ട് ലൈവിലും വന്നിരുന്നു. അതുപോലെ നമ്മുടെ പിന്നെ ആ ഉറിയടി, അതേപോലെ കണ്ണന്മാരുടെ ആ കളികൾ, അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും എല്ലാവരുടെയും മനസ്സിലേക്ക് ആ കുളിർമയായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ദിവസം
എല്ലാവർക്കും ശുഭദിനം, ശുഭവാർത്ത എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. അങ്ങനെ നമ്മളിങ്ങനെ നോക്കി നമ്മൾ തൊഴുത് നാരായണ 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 എന്നിങ്ങനെ തൊഴുത് അവിടുന്ന് ആ സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നെ അങ്ങനെ വരുമ്പോൾ ആലിലക്കണ്ണനെ കണ്ടു, തൊഴുതു. സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. അതേപോലെ ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗണേശൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കളഭാലങ്കാരം, ആ ചന്ദനം അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കൊമ്പ്, തുമ്പിക്കൈ അങ്ങനെയൊക്കെ നന്നായിട്ട്, മുഖമൊക്കെ അങ്ങനെ നന്നായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ചാർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ധാരാളം പൂക്കളുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, വലിയ മാലയുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് എത്തുക. അവിടെ നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ചെറിയ ഗണപതിയൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടെ വരിക. അപ്പം ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തിയാണ്. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ്. അദ്ദേഹത്തിൻ്റെ ആ കലാവിരുതാണ് കണ്ടത്. എന്തായാലും ആ ഗുരുവായൂരപ്പന കയ്യുമ്മിൽ തന്നെ അങ്ങോട്ട് വിളങ്ങിയിട്ടാണ് ആ കാഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അങ്ങനെ നമുക്ക് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി, അതേപോലെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരുമ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ ധാരാളം മാലകളുണ്ട്. താമരമാലകൾ, തുളസിമാലകൾ, വെളുത്ത പൂവിൻ്റെ മാലകൾ ഒക്കെ, ചെണ്ടുമല്ലി മാലകൾ ഒക്കെ, നിറച്ച് മാലകൾ. അപ്പോൾ അതൊക്കെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാനായിട്ട് വരാം. അങ്ങനെ കണ്ടു വന്ന് കണ്ണൻ്റെ അവിടെ 2-3 മാലകളുണ്ട്, തുളസിമാല. മുരുകൻ്റെ അവിടെ ഉണ്ട്. രാവിലെ ഒന്നും പോകാൻ പറ്റിയിരുന്നില്ലല്ലോ, ഇപ്പോൾ പിന്നെ പോവാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ 2 വെറ്റില മാല, പിന്നെ നിറയെ കുങ്കുമം ഒക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് കാളിയമർദ്ദന രൂപവും രാധാകൃഷ്ണ രൂപവും ഒക്കെ കണ്ട് വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരുമ്പോൾ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് ആ കൊടിമരം നോക്കി തൊഴാം. കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കിയാൽ പിന്നെ ആ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട്, അതേപോലെ കുറൂരമ്മേനി, നാരദരി, മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. മേൽപ്പത്തൂരാണ്, വേദവ്യാസനല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ തൊണ്ട്. പിന്നെ അവിടെ തന്നെ വസുദേവരെ ആനന്ദൻ്റെ കൊടയായിട്ട് കൊണ്ടുവരുന്ന അതേ രൂപമാണെന്നിപ്പോൾ ശ്രീലകത്ത് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് തൊഴുത് നേരെ നമ്മൾ വന്നുമ്പോൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് ഭഗവതി നടയിലേക്ക് വരാം. ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഇന്ന് മനോഹരമായിട്ടാണ് അമ്മ ഇരിക്കുന്നത് കേട്ടോ. എന്ത് രസമാണെന്നറിയോ. ഇന്നിപ്പോൾ ഉണ്ണിയുടെ പിറന്നാളല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ അലങ്കാരം വന്നപ്പോൾ ഇവിടെ അലങ്കാരം നല്ല രസമായിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് സൗന്ദര്യവതിയായിട്ട് അങ്ങനെ അമ്മ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പിന്നെ അങ്ങനെ മമ്മിയൂരെ
പള്ളിക്ക് പോകുന്ന പോലെ പ്രാർത്ഥിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ വിളിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. കൊടിമരത്തിൻ്റെ അവിടെ ചെല്ലലൊക്കെ ഒരു ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നേരെ അങ്ങനെ വിടുകയാണേ. അത്രയും ഭക്തജന സഹസ്രങ്ങളാണ്, അത്രയും തിരക്കാണ്. അപ്പോൾ എന്നാലും നമുക്ക് അവിടെ നിന്ന് തൊഴുത് പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴും മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചന്ദനങ്ങനെ ചാർത്തിയിട്ട് ആ കിരീടമൊക്കെ നല്ല വലിയ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ കഴുത്തിൽ മാല ഉണ്ട്, ആ പൊന്നിൻ്റെ ഗോപി തൊട്ടിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, കയ്യിൽ ഇതുണ്ട്, അഭയഹസ്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് രസമായിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കാം. അവിടെയൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് വരവ്. കാരണം എന്താ വെച്ചാൽ അന്നലക്ഷ്മി ഹാളിലേക്കുള്ള തിരക്ക്, അങ്ങനെ ഭക്തരുടെ ആ അന്നപ്രസാദം കഴിക്കാൻ, ഭർണാസദ്യ കഴിക്കാനുള്ള തിരക്ക്, എന്താ തിരക്ക് എന്നറിയോ. അങ്ങനെ ആ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമുക്ക് പതുക്കെ ഇങ്ങനെ വരാം. അങ്ങനെ ആ ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി തൊഴുത് വലിയ എന്താ പറയുക ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വസുദേവരുടെ കയ്യിലുള്ള ഉണ്ണീനെ ഒന്നുകൂടി കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തറ ലക്ഷ്യമാക്കിയിട്ട് നടക്കാം. അങ്ങനെ ആ കൂവളത്തറയിൽ എത്തിയ അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളപാലക്കാരൊക്കെ കണ്ടു. പൊന്നുണ്ണിയുടെ പിറവി നമ്മളും കണ്ട് ആസ്വദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആദിത്യ അത്തം പഠനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അജയകുമാർ ചോതി, പ്രിയ തിരുവോണം അവർക്ക് സൽസന്താനത്തിന് വേണ്ടിയിട്ടാണ്. സുധീർ തൃക്കേട്ട അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും അഷ്ടമിരോഹിണി ആശംസകൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ബാക്കി ഇന്നത്തെ കുറേ വീഡിയോകളുണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക.